കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചു. വാണിമേൽ സ്വദേശി റീജിത്താണ് മരിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ ആദ്യ സർജറിയും ഈ വർഷം ഏപ്രിൽ രണ്ടാമത്തെ സർജറിയും ചെയ്ത രോഗിയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ആദ്യ സർജറി ചെയ്തതിൽ വീഴ്ച പറ്റിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദ്യ സർജറിക്ക് ശേഷം യൂറോളജി ഡോക്ടർക്ക് വീട്ടിൽ പോയി പണം നൽകിയിട്ടുണ്ട് എന്നും കുടുംബം പറയുന്നു. അവർ ഇവിടെ ഇൻഫെക്ഷനായിട്ട് വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരോട് പറഞ്ഞ് ഇങ്ങനെ ഇടത് ഭാഗത്ത് കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പഴുപ്പിങ് പോരുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പോൾ ചെയ്യണ്ട, ഞങ്ങളിപ്പോൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങളിതിന് പ്രിപ്പയർ അല്ല, പൈസയും വേണമായിരുന്നു, ഞങ്ങളെ ബുക്കും ഷീട്ടൊക്കെ താ. അപ്പോൾ ഈ പേഷ്യൻ്റ് അകത്താണുള്ളത്. അപ്പോൾ ഇവർ അങ്ങനെയല്ല, ഇതിപ്പോൾ ചെയ്തില്ലല്ലോ, അങ്ങനെ ഇത് ഭയങ്കര ഇവരെ പേടിപ്പിച്ച് ഇവർ ചെയ്തില്ല. ഇവർ 5:30 മണി വരെ ഇവിടെ കാത്ത് കുറേ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങാണ്ടായപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കാണാൻ ഈ ഭാഗത്തും കൂടി ചെയ്തിട്ട് ഇവരെ പുറത്തേക്ക് വിടുന്നു. തട്ടിക്കൊണ്ടുപോയിട്ട് കിഡ്നി എടുക്കൂല, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് പറയുന്നില്ല, ഇത് ചെയ്തില്ലല്ലോ, ഭയങ്കര കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇവർ പേടിപ്പിച്ചു. ഇടതുവശത്തേക്ക് കല്ലുണ്ടായിരുന്നത്, അത് വലതുവശത്തേക്കാണ് അവർ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് ഇവർക്ക് ഈ ചികിത്സാ പിഴവ് ആദ്യം വന്നത്. യൂറോളജി വിഭാഗത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ആദ്യം തന്നെ ചികിത്സാ പിഴവുണ്ടായി, അതിനുശേഷം അത് തിരുത്താൻ വേണ്ടി 5000 രൂപ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്താണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ? ഈ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഇക്കാര്യത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ സിനോജ്? ഇതുവരെ ആശുപത്രി അധികൃതർ ഒരു വ്യക്തമായ മറുപടി വിഷയത്തിൽ നൽകിയിട്ടില്ല. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നു. യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിശദീകരണം രേഖാമൂലം തേടിയിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം 2025 ഓഗസ്റ്റ് മാസത്തിലാണ് റീജിത്തിന് ആദ്യ സർജറി ചെയ്യുന്നത്. അതായത് കിഡ്നി സ്റ്റോണായിട്ട് മെഡിക്കൽ കോളേജിൽ വരുന്നു. ഇടതുഭാഗത്തായിരുന്നു സർജറി ചെയ്യേണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ വലതുവശത്ത് ചെയ്യുന്നു. അത് പിന്നീട് പഴുപ്പായി മാറുന്നു. പലതവണ ആശുപത്രി അതിനുശേഷം വന്നു. അങ്ങനെ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഇടതുവശത്ത് സർജറി ചെയ്യുന്നു. ആ സർജറി ചെയ്യാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ 2 വശത്തും കിഡ്നിക്ക് സർജറി ചെയ്യുന്നു. ഇന്ന് പുലർച്ചെ 4:45 റീജിത്ത് മരണപ്പെടുന്നത്. അതോടുകൂടിയാണ് ബന്ധുക്കൾ പ്രതിഷേധമായി രംഗത്ത് വരുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുൻപിൽ ഇവിടെ പ്രതിഷേധിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെ മോർച്ചറിയുടെ പുറത്തുണ്ട്. ഇൻക്വസ്റ്റ് നടത്തണമെങ്കിൽ പ്രിൻസിപ്പളോ സൂപ്രണ്ടോ വന്ന് ഒരു ഉറപ്പ് നൽകണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഇൻക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ബന്ധുക്കൾ മോർച്ചറിയുടെ പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് കിഡ്നി സ്റ്റോണിന് വന്ന ഒരാൾക്കുടെ ഇടതുവശത്ത് ചെയ്യേണ്ട സർജറി അത് വലതുവശത്ത് ചെയ്യുന്നു. പിന്നീട് അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ അനുമതി വാങ്ങാതെ തന്നെ അത് വീണ്ടും ഇടതുവശത്ത് ചെയ്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കീ ഹോൾ സർജറിയാണ് ചെയ്തത്. ഇതിനിടയിൽ തന്നെ ഈ 2ാമത് സർജറി ചെയ്ത ശേഷം ഈ വീണ്ടും പഴുപ്പ് അധികമായ ശേഷം ഇവർ മലബാർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഈ മരിച്ച റീജിത്തിന്റെ ബന്ധുവുണ്ട്. ഏറ്റവും ഒടുവിൽ എന്താ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നിങ്ങളോട് പറയുന്നത്? ഒരു മറുപടിയും തന്നിട്ടില്ല ഇതുവരെ. ഇവിടെ ഉത്തരപ്പെട്ട സൂപ്രണ്ടും അധികാരികളും ആരും ഒരു മറുപടി തന്നിട്ടില്ല. അവർ മറുപടി തന്നതിന് ശേഷം ബന്ധുക്കളോട് പറയട്ടെ. ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മറുപടി കിട്ടാണ്ട് നമ്മളിപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഈ ചികിത്സാ പിഴവ് ഉണ്ടായെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ചികിത്സാ പിഴവ് മറ്റുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ പഴുപ്പ് മാറുന്നില്ലല്ലോ. എന്താണ് പഴുപ്പ് വരാനുള്ള കാരണം? ഇവർ മലബാർ മെഡിക്കൽ കോളേജ് നിങ്ങൾ പോയല്ലേ? പോയി മലബാർ മെഡിക്കൽ കോളേജ്, മലബാർ ഹോസ്പിറ്റൽ കോഴിക്കോടുള്ള എരഞ്ഞിപ്പാലത്തിലെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ഉള്ളിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, മൊത്തം ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ICU കിടത്തിയിട്ട് ഈ ഇൻഫെക്ഷൻ കുറച്ചതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻ അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു 5 ദിവസം കിടന്നൊക്കെ ഭയങ്കര ഭീമമായ തുകയായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇവിടുത്തെ ഇങ്ങനെ വന്നാൽ വെന്റിലേറ്ററിലായിരുന്നു ഈ അവസാന ദിവസങ്ങളിൽ. ഈ ഡോക്ടർക്ക് നിങ്ങൾ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഏത് സാഹചര്യത്തിലാണ് കൊടുത്തത്? അതായത് ഇവിടുന്ന് ഫസ്റ്റ് സർജറി കഴിഞ്ഞ് വേദന മാറുന്നില്ല. അപ്പോൾ അടുത്തുള്ള ബെറ്റിൽ ആൾക്കാർക്ക് ചോദിച്ചു നിങ്ങളോട് പൈസ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ പറഞ്ഞു പൈസ കൊടുത്താൽ ഡോക്ടർ വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ വീട്ടിൽ പോയി അന്നത്തെ ഫീസും ഈ 5000 രൂപ അയാൾ എണ്ണി മേടിച്ചതാണ്, കവറിട്ട് കൊടുത്തോന്നല്ല. ഡോക്ടറുടെ പേരെന്താ? വേണുഗോപാൽ സാർ. വീട്ടിലാണ് കൊണ്ടുപോയി കൊടുത്തത്? വീട്ടിലായിരുന്നു, ഇവിടെ ചേവായൂരിലെ വീട്ടിൽ പോയിട്ടാണ് കൊടുത്തത്. അത് ആദ്യത്തെ സർജറിക്ക് ശേഷമാണ്? 2ാമത്തെ സർജറിക്ക് ശേഷം? ഫസ്റ്റ് സർജറിക്ക് ശേഷം. അതിനുശേഷം ഇവിടുത്തെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തത്. 2ാമത്തെ സർജറി ചെയ്തത് നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ടില്ല? ഇല്ല, അനുമതി വാങ്ങിയിട്ടില്ല. 2ാം സർജറി പെട്ടെന്ന് അവർ തീരുമാനിക്കുന്നതാണ്. അതിന് തലേദിവസം എടുക്കാൻ പറഞ്ഞ റിപ്പോർട്ടൊന്നും പോലും നോക്കാതെ തലേന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് സ്കാൻ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് വന്നിട്ടാണ് ശരി സിനോജ്, പ്രതികരണം എടുക്കുക. വീട്ടിൽ പോയി പണം കൊടുക്കലാണ് കീഴ്വഴക്കമെന്നാണ് മറ്റു രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞെന്നുള്ളതാണ്. ഇതിൽ കർശനമായ നടപടി എടുക്കേണ്ടതുണ്ട് ആ ഡോക്ടർക്കെതിരെ എന്നുള്ളതാണ്. ഏതായാലും രോഗി മരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്.